അതിരപ്പള്ളി ആദിവാസി പുനരധിവാസ അട്ടിമറിയിൽ വനം വകുപ്പിനെതിരെ കൂടുതൽ വിവരങ്ങൾ ന്യൂസ് മലയാളത്തിന്. വനം മന്ത്രിയുടെ നിർദ്ദേശങ്ങളും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചെന്ന് പൊതുപ്രവർത്തകൻ ജോയി കൈതാരം ആരോപിക്കുന്നു. മന്ത്രി ഷിബു ബേബി ജോൺ ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം നൽകിയിട്ടും കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലൂടെ ആദിവാസികളെ ചതിച്ചു എന്നും ജോയി പറയുന്നു. ഇതിൻ്റെ പുറകിൽ ഒരു ചതിയുണ്ട്. ആദിവാസികളുടെ വസ്തുവകകളെല്ലാം സ്വന്തമാക്കി സർക്കാരിനെ ആക്കിയെടുത്തു. അവരവിടെ നിന്ന് ഉപേക്ഷിച്ച് പോകുന്നതോടുകൂടി അവർ താമസിച്ചിരുന്ന വാസയോഗ്യമായ വീടുകളെല്ലാം ആന നശിപ്പിച്ചു, അവരുടെ കൃഷി നശിപ്പിച്ചു. അവിടെ എല്ലാം നഷ്ടപ്പെട്ടവരായി മാറി. ഇനി അവർക്ക് അവിടെ തിരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥയിലായി. ഇത് അവരോട് ചെയ്ത കൊടും ചതിയാണ്. തങ്ങൾ കയ്യേറ്റക്കാരല്ലെന്നും വനം വകുപ്പും റവന്യൂ വകുപ്പും ചേർന്നാണ് തങ്ങളെ മാരാങ്കോട് എത്തിച്ചത് എന്നും ഹർജിക്കാരനായ സാബു പെരുമാൻ പറഞ്ഞു. അവർ അതിക്രമിച്ച് കയറിയതല്ല, ഞങ്ങളെ കൊണ്ടുവന്നാക്കിയതാണിത്. സർക്കാർ തന്നെ കൊണ്ടുവന്നാക്കിയതാണ്, ഞങ്ങളായിട്ട് വന്ന് അതിക്രമിച്ച് കയറിയതല്ല. അങ്ങനെ കയറുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന് സർക്കാർ നമുക്ക് അനുകൂല്യമായിട്ട് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ആളുകൾ, ഇതിനകത്ത് എല്ലാ ആളുകളും കൂടി ചേർന്നിട്ടാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കിയേക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, വലിയ പ്രതിസന്ധിയിലാണല്ലോ അവർ, എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? സനീഷ്, 44 ആദിവാസി കുടുംബങ്ങളാണ് പുനരധിവാസ പദ്ധതിയുടെ ചതിയിൽപ്പെട്ട് ഇപ്പോൾ ചാലക്കുടിക്കടുത്ത് മാരാങ്കോട് എന്ന് പറയുന്ന റിസർവ് വനഭൂമിയിൽ കുടിലുകെട്ടി സമരം നടത്തേണ്ടി വരുന്നത്. കഴിഞ്ഞ തിരുവോണ നാളിലാണ് ഇവർ കുടിലുകെട്ടി സമരം ആരംഭിക്കുന്നത്. അതിനു മുൻപ് അരേക്കാപ്പിലും വീരാൻകുടിയിലും തൃശ്ശൂർ ജില്ലയുടെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മലക്കപ്പാറയ്ക്കടുത്തുള്ള പ്രദേശങ്ങളാണ്. മലയാറ്റൂർ ഇടമലയാർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള സ്ഥലങ്ങളായിരുന്നു. ഇവിടെ രണ്ട് പ്രകൃതികളിലായി, അതായത് മന്നാൻ, ഉള്ളാടൻ, മുതുവാൻ സമുദായങ്ങളിൽപ്പെട്ട ആദിവാസി കുടുംബങ്ങൾ 44 കുടുംബങ്ങളുണ്ട്. ഇവർ അവിടെ സ്വന്തം കൃഷിസ്ഥലവും വനാവകാശ പ്രകാരം ലഭിച്ച ഭൂമിയിൽ കൃഷി ചെയ്തും താമസിച്ചും വന്നിരുന്ന കുടുംബങ്ങളെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, വന്യമൃഗശല്യ ഭീഷണികളെ തുടർന്ന് സർക്കാർ തന്നെ തീരുമാനമെടുത്ത് മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഇവർക്ക് വനാവകാശ പ്രകാരം കിട്ടിയ ഭൂമി വനം വകുപ്പിന് തന്നെ സറണ്ടർ ചെയ്ത് അവരെ മാരാങ്കോട് എത്തിച്ച് പുനരധിവസിപ്പിക്കാനുള്ള നീക്കങ്ങൾ റവന്യൂ, വനം വകുപ്പ്, സർവേ വകുപ്പ്, പട്ടികവർഗ വകുപ്പുകൾ ചേർന്ന് തീരുമാനമെടുക്കുന്നു. പക്ഷേ ആ തീരുമാനത്തിന് തുടക്കം മുതൽ ഏറ്റവും അവസാന ഘട്ടം വരെ ഒരുമിച്ച് നിന്ന വനം വകുപ്പ് അവസാന ഘട്ടത്തിൽ റിസർവ് വനത്തിൽ ഇവർക്ക് താമസിക്കാൻ കഴിയില്ല, നിയമപ്രകാരം അതിന് അനുമതി നിഷേധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകുന്നു. അവർക്ക് അവിടേക്ക് പുനരധിവാസ പദ്ധതിയിൽ നിന്നും അവരെ മാറ്റണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അതേ തുടർന്ന് ജീവിതം തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ കുടുംബങ്ങളും. അവരെല്ലാവരും തന്നെ സ്വന്തം സ്ഥലവും മറ്റും ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയിൽ ഇവിടെ താമസിക്കേണ്ട ഗതികേടിലാണ്. ഒരു വർഷത്തിനടുത്തായി സമരം നടത്തുന്നു. ശരി ലെവിൻ, ഞാൻ തിരിച്ചു